ഹലോ, ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് ഒരു പോക്കറ്റ് ഷവർമാണ്. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. 10 മിനിറ്റ് നമുക്ക് കുക്കിംഗ് ടൈം ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബോൺലെസ് ചിക്കൻ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് അതിൽ നിന്ന് എടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അത് വേവാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചതാണ്. എന്നിട്ട് അത് ഒരു പാത്രത്തിൻ്റെ അടപ്പ് ഉപയോഗിച്ച് മുറിച്ചെടുക്കുക. രണ്ടും കൂടെ ഒരുമിച്ചാവണം. ഒരു ഡിസ്ക് പോലെ ആക്കിയെടുക്കാനാണ്. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കി സൈഡ്സ് എല്ലാം മാറ്റി വെക്കാം. ഈ സൈഡ്സ് ആരും ഒഴിവാക്കണ്ട. ഞാൻ നാളെ തന്നെ നല്ലൊരു റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേറൊരു സ്നാക്കും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഡിസ്കിൻ്റെ സൈഡ്സൊക്കെ നല്ല ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ആയി കിട്ടണം. ഇനി നമുക്ക് ഇത് ഓയിലിൽ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാൻ വേണ്ടി അടുപ്പത്ത് ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം മുങ്ങി പൊരിയാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അതവിടെ ചൂടാവുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിൽ 2 മുട്ടയും 1/4 കപ്പ് പാലും ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്തതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഓരോ ബ്രെഡിൻ്റെ ഡിസ്കും മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലതും ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച എല്ലാ ബ്രെഡും അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ റെസിപ്പീസ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ഏത് റെസിപ്പി ആണെങ്കിലും ഇങ്ങനെ മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ബ്രെഡ് പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ബ്രെഡ് ഓയിൽ കുടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. തീ അധികം കൂടിപ്പോയാൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ച് മറിച്ചിട്ട് ബ്രെഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കാം. ബ്രെഡ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം അത് സൈഡിൽ നിന്ന് വിട്ടുപോരൊന്നുമില്ല. നമ്മൾ നന്നായി പ്രസ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കുക്കുംബർ ചെറുതാക്കി മുറിച്ച് തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. പിന്നെ 1/2 കപ്പ് ക്യാരറ്റും അതുപോലെ തന്നെ ചെറുതാക്കി മുറിച്ചെടുത്തത്. 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കന് 1 കപ്പ്. അത് ഞാനിങ്ങനെ പിച്ചി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. മിക്സിയിലിട്ട് ഭയങ്കരമായിട്ട് അരച്ചെടുക്കേണ്ടത് മാത്രം. നമുക്ക് കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും പിന്നെ ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലിനാണ് ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുക. അല്ലെങ്കിൽ സാധാ ഓയിൽ ഉപയോഗിച്ചോളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മയോണൈസ് ചേർക്കുന്ന മുന്നായിട്ട് ഉപ്പ് പുളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഉപ്പിനൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച് ബ്രെഡ് എടുക്കുക. അത് ഇങ്ങനെ നടുവ് കൂടെ മുറിച്ചെടുക്കുക. നമുക്ക് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോക്കറ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ കണ്ടോ, ഇങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേർപ്പെടുത്തി കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ഒന്ന് ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞു നമ്മൾ പോക്കറ്റ്. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ ആകെ 10 മിനിറ്റ് ആവശ്യം വന്നിട്ടുള്ളൂ. നമ്മൾ ഈ ബ്രെഡ് മുറിച്ചെടുക്കുകയും പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടി മറ്റേ അടുപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടിയിരുന്നു മാത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുറമെ നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല ക്രീം ഫില്ലിംഗ് ഒക്കെ ആണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.